നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മധ്യപ്രദേശിൽ കോൺഗ്രസിന് വമ്പൻ തിരിച്ചടി സംഭവിച്ചിരിക്കുന്നു. ചിന്ദ്വാര ജില്ലയിലെ അമർവാരയിൽ നിന്നും 3 തവണ MLA ആയ കമലേഷ് ഷായാണ് ഇപ്പോൾ BJP പാളയത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പാർട്ടിയുടെ ദേശീയ ജോയിന്റ് ജനറൽ സെക്രട്ടറിയായ ശിവപ്രകാശ്, മുഖ്യമന്ത്രി മോഹൻ യാദവ്, സംസ്ഥാന അധ്യക്ഷനായ വിഷ്ണുദത്ത് ശർമ്മ എന്നിവർ ചേർന്നാണ് കമലേഷ് ഷായെ BJPയിലേക്ക് സ്വാഗതം ചെയ്തിരിക്കുന്നത്. കമലേഷ് ഷായുടെ ഭാര്യ ഹരായി നഗർപാലിക ചെയർപേഴ്സൺ മാധ്വി ഷാ, സഹോദരിയും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ കേസർ നേതം എന്നിവർക്കൊപ്പമാണ് അദ്ദേഹം BJP അംഗത്വം എടുത്തിരിക്കുന്നത്. സംസ്ഥാന BJPയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള മഹേന്ദ്ര സിംഗ്, ജോയിന്റ് ഇൻചാർജ് സതീഷ് ഉപാധ്യായ, മുതിർന്ന മന്ത്രിയായ കൈലേഷ് വിജയ് വർഗീയ തുടങ്ങിയ ആളുകളും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനായാണ് താൻ BJPയിലേക്ക് എത്തുന്നതെന്ന് കമലേഷ് ഷായും കുടുംബാംഗങ്ങളും പറഞ്ഞിരുന്നു. നിലവിൽ ചിന്ദ്വാര നിയമസഭാ സീറ്റിൽ നിന്നുള്ള MLA ആണ് കമലേഷ് ഷാ. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയാണ്. നമുക്കറിയാം, നവംബറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഏറ്റവും വലിയ തിരിച്ചടി ലഭിച്ച സംസ്ഥാനമായിരുന്നു മധ്യപ്രദേശ്. മധ്യപ്രദേശിലെ ഉൾപാർട്ടി തർക്കങ്ങളെ കുറിച്ച് തുറന്നു പറഞ്ഞത് രാഹുൽ ഗാന്ധി തന്നെയായിരുന്നു. തുടർന്ന് അവിടുത്തെ മുതിർന്ന നേതാക്കളെ അദ്ദേഹം ശാസിക്കുകയും ചെയ്തിരുന്നു. അതേ തുടർന്നുണ്ടായ ചില നീക്കങ്ങളൊക്കെ സംസ്ഥാനത്ത് നടന്നിരുന്നു. ഇതൊക്കെ രണ്ടാം നിരയിലുള്ള നേതാക്കൾക്ക് വലിയ അതൃപ്തിയാണ് സമ്മാനിച്ചത്. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ മധ്യപ്രദേശിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കൾ കൂടോടെ BJPയിലേക്ക് ചേക്കേറുന്നത്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.